കഥ മൗനപ്രണയങ്ങൾ. എഴുതിയത് അജീഷ് പാലക്കാട്. മൗനപ്രണയങ്ങൾ. ചുവപ്പും മഞ്ഞയും നിറംപൂശിയ ആ വലിയ സർക്കാർ വാഹനം സ്റ്റാൻഡിലെ അധികമില്ലാത്ത തിരക്കിനിടയിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ആരൊക്കെയോ ഇറങ്ങാൻ തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നു. ഒരു ദീർഘദൂര സഞ്ചാരം തീർത്ത കിതപ്പിന് പുറകെ ആ വാഹനം ജഡിതിയിൽ നിശ്ചലമായി. വയലറ്റ് നിറത്തിലുള്ള നഖച്ചായമെഴുതിയ അവളുടെ നഖങ്ങൾ മുന്നിലെ കൈപ്പിടിയിൽ അലസമായി ചുരുണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അടർന്നു വീണ കറുത്ത പെയിൻറ്റിൻ്റെ ഒരു ചെറിയ പാളി അവളുടെ വെളുത്ത സാരിയിലേക്ക് ഇഴുകി വീണു. ഒന്ന് കുടഞ്ഞപ്പോഴത് ഊർന്ന് നീലച്ചായം പൂശിയ പ്ലാറ്റ്ഫോമിലെ കുറുകെയും നീളത്തിലുമുള്ള ചാലുകളിൽ എവിടെയോ വീണ് അപ്രത്യക്ഷമായി. അറിയാം, ഇവിടെ എവിടെയോ ആൾത്തിരക്കിൻ്റെ തിരശ്ശീലയ്ക്കപ്പുറം അയാളുണ്ട്. അയാൾ എന്നെ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അയാളുടെ കണ്ണുകളിപ്പോൾ തിളങ്ങുന്നുണ്ടാവും, കൈകളിൽ വിയർപ്പ് പടരുന്നുണ്ടാവും. അയാൾ എന്നെക്കുറിച്ച് മനസ്സിൽ വാചാലനാവുന്നുണ്ടാവും. എനിക്കത് തീർച്ചയായും അറിയാനാവുന്നുണ്ട്. അയാളുടെ ശ്വാസം എന്നെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പക്ഷേ വേണ്ട, അറിയാതെ പോലും ഇനിയൊരു ജീവൻ എൻ്റെ ജാതകദോഷമേറ്റില്ലാതാവരുത്. മതി, ഇങ്ങനെ മതി, ഒറ്റയ്ക്ക്, എന്നും ഒറ്റയ്ക്ക്. അധികം ദൈർഘ്യമില്ലാത്ത ഇടവേളകളുടെ അവസാനം ആ വലിയ വാഹനത്തിന് വീണ്ടും ജീവൻ വെച്ചു. അത് ഒന്നിരമ്പിക്കൊണ്ട് അവളെയും വഹിച്ച് ഒന്ന് മുമ്പോട്ട് നീങ്ങി. തൻ്റെ മുഴുവൻ കുതിരശക്തിയും എടുത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച വാഹനത്തെ ഡ്രൈവർ തൻ്റെ കാലുകളിൽ കൊരുത്തിട്ടതിൻ്റെ പ്രതിഷേധം ഒരു പ്രത്യേകതരം വിറയിൽ തൻ്റെ ദേഹം മുഴുവൻ പടർത്തി ആ മിണ്ടാപ്രാണിയായ വാഹനം തീർത്തുകൊണ്ടിരുന്നു. ജനലിൻ്റെ വശങ്ങളിലൂടെ പോകുന്ന കമ്പികളിലൊന്നിൽ ജാഗ്രതയില്ലാതെ പിടിച്ചിരുന്ന അവളുടെ കൈ പ്രത്യേക താളത്തിൽ വിറക്കുന്നത് അവൾ നോക്കിയിരുന്നു. അതിനപ്പുറം തെളിച്ചമില്ലാതെ ആളുകളും കടകളും തൂക്കിയിട്ടിരിക്കുന്ന പുസ്തകങ്ങളും ചില്ലുപെട്ടകത്തിലെ എണ്ണക്കടികളും സാവധാനം പുറകോട്ട് കടന്നുപോയി. പ്രതീക്ഷിച്ചതെന്തോ കാണാതെ അവളുടെ കണ്ണുകൾ വീണ്ടും പരതാൻ തുടങ്ങി. ഒടുക്കം കനമുള്ള ഉരുണ്ട കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ ഒരു ഗ്ലാസ് ചായയുടെ ചൂടിൽ ലഹരി കണ്ടെത്തുന്ന അയാളെ അവൾ കണ്ടുപിടിച്ചു. വെള്ളക്കരയുള്ള കാവിമുണ്ടിൻ്റെ തല മടക്കിക്കുത്തിൻ്റെ ബന്ധമില്ലാതെ അതിൻ്റെ ഇഷ്ടത്തിന് കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്നു. ചാരനിറത്തിൽ വീതി കൂടിയ കറുപ്പ് കള്ളികളുള്ള ഫുൾ സ്ലീവ് ഷർട്ട് മടിക്കുത്തിന് താഴേക്ക് അലസമായി വീണ് കിടക്കുന്നു. ഇടതുവശത്ത് അയാളുടെ ഹൃദയത്തുടിപ്പിൽ തലചേർത്ത് കീശയിലെ വെള്ളയിൽ നീല തലപ്പാവുള്ള റെയ്നോൾഡ് പേന എന്നത്തെയും പോലെ മയങ്ങിക്കിടക്കുന്നുണ്ട്. കറുത്ത കട്ടി മീശത്തുമ്പുകൾക്കും വെട്ടിയൊതുക്കി അവിടെ നരകയറാൻ തുടങ്ങിയ കുറ്റിത്താടികളുടെയും ഇടയിൽ കറുത്ത ചുണ്ടുകളിൽ വിരിയുന്ന നേർത്ത പുഞ്ചിരി, അത് തനിക്കായി മാത്രം വിരിയുന്ന വസന്തമാണെന്നവൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒടുക്കം ആ വാഹനത്തെ അതിൻ്റെ മനസ്സറിഞ്ഞ പോലെ ഡ്രൈവർ ഉപാധികളോടെ മേയാൻ പറഞ്ഞയച്ചു. അത് സാവധാനം ബസ് സ്റ്റാൻഡിൽ വിടാൻ പാകത്തിന് ഇടത്തേക്ക് നിരങ്ങി തിരിഞ്ഞു. മുന്നിലെ സുതാര്യമായ ഇരട്ടച്ചില്ലുകളിലൂടെ അന്യഭാഷാ ചലച്ചിത്രങ്ങളുടെ വലിയ കടലാസ് പരസ്യങ്ങൾ വലത്തോട്ട് ഒഴുകിമാറി. തല പുറത്തേക്ക് കടക്കാതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പറന്നകലുന്ന അവയിലൂടെ രക്ഷപ്പെടുന്ന ചൂടനെ പിടിച്ചു വെച്ച ചായയുടെ അവശേഷിച്ച ഭാഗം തങ്ങിക്കിടക്കുന്ന ഗ്ലാസും കയ്യിൽ പിടിച്ച്. അറിയാം തെറ്റാണെന്ന്, എന്നാലും മൗനമായ ഈ പ്രണയം ഞാൻ ആസ്വദിക്കുന്നു. ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല എന്നറിയാം. അയാൾക്ക് അയാളുടെ പ്രണയത്തിന് മറ്റൊരവകാശി ഉറപ്പായും വരും. അന്നുവരെ ഞാൻ അയാളുടെ കാമുകിയാവണം, നേരെ തിരിച്ചും. അവളുടെ ആത്മകഥത്തെ വായിച്ചെടുത്തെന്നോണം ആ വാഹനം ഒഴുകുന്ന റോഡിലെ തിരക്കിലേക്ക് ഊളിയിട്ടിറങ്ങി. അയാളും തിരക്കിൻ്റെ കൂട്ടുപിടിച്ച് നഗരത്തിൻ്റെ നാഡികളിൽ മറഞ്ഞുപോയി.